ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ്. എൻ്റെ പേര് ബെറ്റ്സി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റിക് ലുക്കുള്ള ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആൻറ്റിക് ലുക്കുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിന് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ എടുത്താലും കുഴപ്പമില്ല. ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ ആൻറ്റിക് ലുക്ക് കൊടുക്കുന്നതിന് ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കണം. അതുകൊണ്ട് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഇനി 2 മെറ്റാലിക് കളറും ഒരു ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട്. പേൾ മെറ്റാലിക് യെല്ലോ കളറും ഗോൾഡ് കളറും. പേൾ മെറ്റാലിക്. സ്റ്റിക്കി സ്പോഞ്ച്, ബഡ്സ് വെച്ച് നമ്മൾ പൂവ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ബഡ്സ്. ബ്രഷ് എടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ബ്രഷ് എന്നാലും മതി. ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു ഡപ്പയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാട്ടറിൽ ഫെവിക്കോൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 2 ടീസ്പൂൺ ഫെവിക്കോളിന് ഒരു ടീസ്പൂൺ വാട്ടറാണ്. അതാണ് കണക്കെന്ന് പറയുന്നത്. ഏത് ഫെവിക്കോൾ ആയിരുന്നാലും എടുക്കാം. ഇനി ഈ മിക്സ്ചർ ബോട്ടിൽ തേക്കുക, ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക. അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ കീറിയിട്ട് വേണം ഒട്ടിക്കേണ്ടത്. എനിക്ക് കീറാനുള്ള മടി കൊണ്ട് അങ്ങനെ അങ്ങ് ഒട്ടിച്ച്, എന്നാലും കുഴപ്പമില്ല. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയിരുന്നാലും മതി, പേപ്പർ ആയിരുന്നാലും മതി. ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ഈ മിക്സ്ചർ അടിച്ചു കൊടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് നേരം വരെ ഞാൻ സ്റ്റിക്കി സ്പോഞ്ച് വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ച് അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ബ്രഷ് വെച്ച് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ സിമ്പിളായിട്ട് കാർഡ്ബോർഡ് വെച്ച് എങ്ങനെ ലാമിനേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അത് കണ്ടിട്ട് ഒരു കുട്ടി ചെയ്തെനിക്ക് പിക്ചർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന പിക്ചർ. അന്നേരം ആ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടൻ. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake. ബോട്ടിലിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിനൊന്ന് മാറ്റി വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാം. ഇയർ ബഡ്സ് വെച്ച് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇയർ ബഡ്സ് വെച്ച് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇന്ന് ജസ്റ്റ് ഒന്ന് അളവെടുക്കുകയാണ്, കുപ്പിയുടെ ബോട്ടിലിൻ്റെ അളവെടുക്കുകയാണ്. അതിന് ഓരോരുത്തരുടെയും ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കണം അളവെടുക്കേണ്ടത്. കാണിച്ച് ഇത് വെട്ടിയെടുത്തതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ പുറത്തു പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അളവെടുത്ത് വെട്ടിയെടുക്കുന്നത്. ഇനി സർക്കിൾ വരച്ച് ഇനി അത് വെട്ടിയെടുക്കാൻ പോവാണ്. നമ്മളിപ്പം സർക്കിൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ജസ്റ്റ് ബോട്ടിൽ വെച്ച് നോക്കുവാണ്. ഇത് കറക്റ്റ് പുറത്ത് പോയിട്ടുണ്ടോ, അതോ കറക്റ്റ് അളവാണോ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇയർ ബഡ്സ് വെച്ച് ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം ബഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനെങ്കിൽ ഫ്ലവറിൻ്റെ ഒരു പെറ്റലിന് 5 ബഡ്സാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ഒരേ അളവിൽ തന്നെ ആക്കിയതിന് ശേഷം അത് ജസ്റ്റ് സെൻറ്ററിലൊന്ന് വെച്ച് വെട്ടിക്കൊടുക്കുകയാണ്. സെൻറ്ററിൽ വെച്ചൊന്ന് വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 എണ്ണം എൻ്റെ കയ്യിലിരിക്കുന്ന 5 എണ്ണമാണ്
നമ്മുടെ കയ്യിലിരിക്കുന്ന 5 ഒരു പെറ്റലിന് വേണ്ടിയിട്ട് എടുക്കുക. അവിടെ ഇരിക്കുന്നത് ബാലൻസ് വന്നത് നമുക്കെങ്കിൽ അടുത്ത പെറ്റലിന് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനെങ്കിൽ നടുക്കത്തത് സെൻറ്ററില്ല കുറച്ചുകൂടി വലുതാക്കി വെച്ചതിന് ശേഷം ഇതേ കണക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യണം. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the നമ്മളിപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ തന്നെ ആ ഇവിടെ ഉണ്ടോ 4 ഇപ്പം പൊടിയുന്നില്ല അത് അവിടെ ഞാൻ 3 അവിടെ പെറ്റൽസ് ഒരെണ്ണത്തിന് 3 ബഡ്സാണ് എടുത്തേക്കുന്നത്. ഒരു പെറ്റലിന് 3 ബഡ്സ്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ 4 സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നടുക്ക് ഗമ്മേച്ച് ഈ കുട്ടി സ്ട്രോസില്ലേ കാണുന്ന കുട്ടി ഈ ഇയർബഡ്സിൻ്റെ തന്നെ വേസ്റ്റായ നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റായ സ്ട്രോകളില്ലേ അത് നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ നല്ല തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നടുക്ക് ആ ബോട്ടിൻ്റെ സെൻറ്ററിൽ ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇയർബഡ്സിൻ്റെ വേസ്റ്റ് വന്ന സ്ട്രോകൾ ഇങ്ങനെ വെട്ടിപ്പം കുറച്ച് വേസ്റ്റ് വന്നതെന്ന് വലുതും ചെറുതായിട്ട്. അന്നേരം അത് ഞാൻ ഒരേ ഷേപ്പിൽ വെട്ടി ചിലതൊക്കെ ഒരേ ഷേപ്പിൽ വെട്ടി എടുത്ത് ചിലതൊക്കെ ഞാൻ അല്ലാതെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. അന്നേരം അതിൻ്റെ വൃത്തിയേടും വന്നായിരുന്നു. അന്നേരം കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. കറക്റ്റ് ലെങ്ത്തിൽ തന്നെ നീളത്തിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതേ കണക്ക് ഒട്ടിച്ചു കൊടുക്കാം സ്ക്വയർ രീതിയിൽ. അങ്ങനെ ബോട്ടിൽ ഫുള്ളും ഒട്ടിച്ചു കൊടുക്കാം. Say what you wanna say to me now. I wanna wake up with you in the morning. Show me the ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും കൂടി ഒട്ടിക്കാനായിട്ട് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ അതേ കണക്ക് തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ കട്ട് ചെയ്തെടുത്ത് അതെന്ന് പറയുന്ന കുറച്ച് സ്റ്റിക്കില്ല. ഇത് ഞാൻ കുഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബഡ്സിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബഡ്സിൻ്റെ ആ പഞ്ഞിയുള്ള ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതേ പാറ്റേണിൽ തന്നെ ചെയ്തങ്ങ് കൊടുക്കുകയാണ്. അതേ സെയിം പാറ്റേൺ. fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലവറിൻ്റെ നടുക്ക് വലിയ ഫ്ലവറിന് ഇട്ടുകൊടുത്ത കുട്ടി സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് കണ്ടോ ഈ ബഡ്സ് ഈ ഇയർബഡ്സിൻ്റെ പഞ്ഞി പോലെ ഇരിക്കുന്ന അത് മാത്രം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇനി ഈ ബോട്ടിലിൻ്റെ ചുറ്റിനും മുകളിലെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒട്ടിക്കുന്ന കണക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. Say what you wanna say to me now. I wanna wake up with you in the morning. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് ഫുള്ളും ബ്ലാക്ക് അടിക്കണം. ആ ഫ്ലവറിലും എല്ലാത്തിലും ആ സ്ക്വയറിലും എല്ലാത്തിലും ബ്ലാക്ക് കളർ അടിക്കണം. സ്റ്റിക്കി സ്പോഞ്ച് വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ അടിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാൻ ആദ്യം കുറച്ച് നേരം വരെ സ്റ്റിക്കി സ്പോഞ്ച് വെച്ച് അടിച്ചതിന് ശേഷം ബ്രഷ് വെച്ചാണ് അടിച്ചേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ബ്ലാക്ക് അടിച്ച് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് മെറ്റാലിക് ഗോൾഡും മെറ്റാലിക് യെല്ലോയും പിന്നെ ഞാൻ ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് 3 കൂടി ഞാൻ വെച്ചാണ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ അടിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഫുള്ളും ഗോൾഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി റെഡ് മെറ്റാലിക് കൂടി
ഒന്ന് ആ ഫ്ലവറിൻ്റെ ആ 2 ഫ്ലവറിൽ മാത്രം റെഡ് മെറ്റാലിക് ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് കരുതി. I wanna wake up with you in the morning. Say what you wanna say to me now. ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുട്ടി ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താലേ നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.